ഒരു പുതിയ കഥ പറയേ. പുതിയ കഥ എന്ന് പറയുന്നതിൻ്റെ പേര് ഭാര്യയ്ക്കൊരു പ്രണയലേഖനം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭാര്യയ്ക്ക് ആരെങ്കിലും ഭർത്താവ് പ്രണയലേഖനം കൊടുക്കുക. അങ്ങനെ സംഭവിച്ചു. അതൊരു കഥയാണ്, അത് കേട്ടോളൂ. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അന്ന് ജോലിക്കൊന്നും പോയിട്ടില്ല, BA പഠിക്കുകയും. അപ്പോൾ ഈ മഹാരാജാസ് കോളേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 4 കെട്ട് പോലത്തെ ഒരു അങ്കണമാണ്. അതിന് ചുറ്റും കെട്ടിടം നിൽക്കുക, 4 വശം കെട്ടിടം നിൽക്കുക. മുൻവശത്തും പുറകുവശത്തും വലിയ കവാടങ്ങളുണ്ട്. അതിൽ കൂടെ അകത്തോട്ടും പുറത്തോട്ടും വരാം. മുന്നിൽ വന്നതുണ്ട് കിഴക്കേ ഭാഗത്തും പടിഞ്ഞാറ് വശത്തും. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പുറത്തോട്ട് പോയാൽ നമ്മുടെ പാർക്കിന് അങ്ങോട്ടില്ല. കിഴക്ക് വശത്തോട് പുറത്തോട്ട് പോയാൽ എറണാകുളത്ത് അമ്പലത്തിൻ്റെ സൈഡിലോട്ടൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ 2 വഴികൾ ഇതിനകത്തുണ്ട്. ഇനി ഈ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അത് മുഴുവൻ ഒരു 300 ക്ലാസ് റൂമുകളുള്ള ഒരു കോളേജാണ്. അതിൻ്റെ വരാന്തകൾ എന്ന് വെച്ചാൽ വലിയ പണ്ട് ബ്രിട്ടീഷുകാർ പണിത കോളേജാണത്. കൊച്ചി രാജാവിന് വേണ്ടി പണിത് കൊടുത്ത കോളേജ്. അതിൻ്റെ ഭിത്തികൾ എന്ന് പറയുന്നത് വലിയ കട്ടിയുള്ള, എനിക്ക് തന്നെ ഒരു 2.5-3 അടി വീതിയുള്ള ഭിത്തികളെ പണിത്. അതുപോലെ ഓരോ നിലകളുടെയും മോൾ വശം താങ്ങി നിർത്തുന്ന വലിയ പില്ലറുകളാണ്. ആ പില്ലറിന് ഒരു 4 അടി വീതം വ്യാസം വരുന്ന പില്ലർ. 4 അടി എക്സാജറേഷൻ ആണെങ്കിൽ ഒരു 3 അടിയെങ്കിലും അത് വരും. അപ്പോൾ അതിൻ്റെ ഒരു 3 വശങ്ങളിൽ അല്ലെങ്കിൽ 2 വശങ്ങളിൽ, ഫ്രണ്ടിലും ബാക്കിലും 2 കപ്പിൾ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. ഒരു വശത്ത് ഒരാണും ഒരു പെൺകുട്ടിയും, അപ്പുറത്ത് വേറെ ആണും. ഇത് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കില്ല, അത്ര വലിയ ഭിത്തിയല്ലേ. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇത് കണ്ടു നടക്കുകയാണ്. പല കുട്ടികളും, കൊച്ചു കുട്ടികളൊക്കെ, കോളേജിൽ വരുന്ന കുട്ടികളൊക്കെ. അന്ന് പ്രീ-ഡിഗ്രി ക്ലാസ്സൊക്കെ അവിടെയുണ്ട്. ചെറിയ കുട്ടികൾ വരുന്ന അവരും പഠിക്കാൻ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ പല കുട്ടികളും ഈ തരത്തിലുള്ള പ്രേമ രംഗങ്ങൾ കണ്ട് വശംവദരായി ആരെങ്കിലും കണ്ടുപിടിച്ച് അവരും പ്രേമിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഇത് മിക്കവാറും വൈകിട്ട് ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഉടനെ സ്ഥലം വിടും, കൊച്ചിയിലോട്ട് പോകും. അവിടെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് ചെറിയ ബിസിനസ് ബിസിനസ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം പഠിത്തത്തിലുള്ള ചിലവിനുള്ള കുറേ കാശ് കിട്ടാനുള്ള ചില വഴികളൊക്കെ അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വലിയ ഉപദ്രവമൊന്നും ഇല്ലാതെ എൻ്റെ ചിലവും എൻ്റെ ഫ്രണ്ട്സിനൊക്കെയുള്ള ചിലവൊക്കെ നടത്താൻ വേണ്ടി കാശ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും തിരക്കിലാണ്. അങ്ങനെ പിന്നെ വായനയും പഠിത്തമൊക്കെ ആയിട്ടങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് മിക്കവാറും എല്ലാത്തിനും ഒരു പെണ്ണുണ്ടാവും. അവർ കാമുകിയായിട്ട് അവർ കുറേ നാളിങ്ങനെയൊക്കെ നടന്ന് പിടിച്ച് കഴിയുമ്പോൾ തടവി തലോടിയൊക്കെ നടക്കും. അത് കഴിഞ്ഞ് അവരൊക്കെ വിട്ടു പോകും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ആ കാലത്ത് നമ്മുടെ അവിടുത്തെ വരാന്തയിലുള്ളൊരു കക്ഷിയായിരുന്നു നമ്മുടെ വയലാർ രവി. അയാൾക്ക് ഇതുപോലെ ഒരു പെൺകുട്ടി അടുപ്പമുണ്ടായിരുന്നു. അതിനാണ് പിന്നെ അയാൾ കല്യാണമൊക്കെ കഴിക്കുന്നത്. അത് കഥ വേറെ പിന്നെ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് വന്നു. പ്രീ-ഡിഗ്രി പഠിക്കുന്നൊരു കുട്ടിയാണ്. അവൾ എൻ്റെ കയ്യിൽ കവർ വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കണം, ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉടനെ പെട്ടെന്ന് ഞാനത് കയ്യിൽ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരിടത്തും പറഞ്ഞു, അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കിയപ്പോൾ അവൾ വളരെ സാഹിത്യ ഭംഗിയിൽ ഒരു പ്രേമലേഖനം എഴുതിയിരിക്കുക. എനിക്ക് അവൾക്ക് എന്നെ ഇഷ്ടമാണ്, നിങ്ങൾ വളരെ സൈലൻ്റായിട്ട് ഇവിടെ കാണുന്നതും വ്യത്യസ്തമായിട്ട് കാണുന്നു, സൈലൻ്റാണ്, അതൊക്കെ തന്നെ എൻ്റെ അട്രാക്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് നിങ്ങൾ പ്രേമിച്ചാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയ അതിശയമായിട്ട് തോന്നി. ഇങ്ങനെ ഒരു കുട്ടിയെ എനിക്കൊരു പരിചയമില്ല, കണ്ടിട്ടുമില്ലാത്തൊരു കുട്ടിയാണ്, എന്തിനു കുട്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ആങ്സൈറ്റിയാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് കുട്ടി എനിക്ക് ഇഷ്ടമായി. അവൾ നിരാശപ്പെടുത്തണില്ല, വളരെ ഇഷ്ടമായി, നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ കാണുന്ന പ്രേമരംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് വിട്ടു പോകും. കോളേജെല്ലാം കഴിഞ്ഞ് കോളേജ് വിട്ടു പോകുമ്പോൾ
ഈ ആൺകുട്ടികൾക്ക് ഇതൊന്നുമല്ല. എത്ര പെണ്ണിനെ പറയുകയാണെന്നല്ലേ അവന് ചീത്തപ്പേരൊന്നും വരും. ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവൾക്ക് കോളേജിൽ കിട്ടുന്ന ഒരു ചീത്തപ്പേര് ഇരട്ടപ്പേരൊക്കെ കാലങ്ങളിൽ നിൽക്കും. അങ്ങനെ പിന്നെ ചിലപ്പോൾ അത് ഭാവിയിൽ നിങ്ങൾ കല്യാണത്തിനെയൊക്കെ ബാധിച്ചെന്നും വരാം. അപ്പോൾ അതുപോലത്തെ ഒരു താൽക്കാലിക പ്രേമം മതിയോ? അത് ശാശ്വതമായിട്ടൊരു പ്രേമം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ MA എടുക്കണം, PhD എടുക്കണം എന്നൊക്കെ എനിക്ക് മോഹങ്ങളാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സായിരുന്നപ്പോൾ ഇതുപോലത്തെ പ്രേമരംഗങ്ങൾ നടത്തി നമുക്ക് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അത് നിങ്ങൾ പറഞ്ഞ് ശരിയായി, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ലായിരുന്നു. ശരി, അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നിൻ്റെ ചേട്ടനായിരിക്കും, പോയിക്കോളൂ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടി പറഞ്ഞു വിടും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടിയൊരു പ്രേമലേഖനം അത് ഏതൊരു പുരുഷനെ പോലെ എൻ്റെ മനസ്സിലൊരു പ്രകമ്പനം ഉണ്ടാക്കി. അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ ഒന്ന് കിട്ടിയല്ലോ. ഞാനത് എൻ്റെ ചില ഡോക്യുമെൻറ്റ്സ് വെക്കുന്നൊരു പെട്ടി, ഇരുമ്പ് പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ അകത്ത് ഇട്ടിട്ട് ആ ഇരുമ്പ് പെട്ടി ഞാൻ കിടക്കുന്ന കട്ടിലിനടി തള്ളിയിട്ടേക്കും. അത് വല്ലപ്പോഴും തുറക്കേണ്ട കാര്യമുള്ളൂ. അതിനകത്ത് അത് കടന്നു വെച്ച് പിന്നെ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് ഇത് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൊടുത്തിട്ട് കീറിക്കളഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ MAക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടി. അത് കഴിഞ്ഞ് കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മധുപൂതൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ സുഖിച്ച് കഴിയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പല യാത്രകളൊക്കെ ചെയ്തു. ഊട്ടി 1 മാസക്കാലം പോയി താമസിച്ചു. അങ്ങനെ നടക്കുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഒരിക്കൽ അപ്പോൾ എനിക്ക് ഈ കത്തിൻ്റെ കാര്യം ഓർമ്മ, പ്രേമലേഖനം ഞാനെടുത്ത് ഇവളുടെ കൈ കൊടുത്തു. ഇത് എനിക്ക് ആദ്യം കിട്ടിയ പ്രേമലേഖനമോ, നീ വായിച്ചു നോക്കിയിട്ട് കളയാമെന്നും പറഞ്ഞെടുത്ത് വെച്ചിരുന്ന. ഇവിടെ പൊട്ടിത്തെറിച്ച് ഒരു തീകോളം പോലെ മാറി നിൽക്കുകയാണ്. എന്നെ കൊല്ലുമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഞാൻ തന്നെ അങ്ങ് ഭയപ്പെട്ടു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി, ഇത് നിന്നോട് വേണമെങ്കിൽ എനിക്കിത് പറയാതിരിക്കാമായിരുന്നു. പക്ഷേ എല്ലാ അശുദ്ധഗതി കൊണ്ട് ഞാൻ നിന്നത് കാണിക്കുമ്പോഴൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ അതങ്ങ് കട്ടടങ്ങി സമാധാനത്തിൽ പോയി. പക്ഷേ അവിടെയുള്ള ഒരു ഗുണപാഠമുണ്ടല്ലെന്ന് വെച്ചാൽ ഒരു പുരുഷനും ഇതേപോലത്തെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പാടില്ല. എത്ര നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഭാര്യയുടെ അടുത്ത് പറയാവുന്ന കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. വേണ്ടാത്തടത്ത് മനസ്സ് തുറക്കാൻ പാടില്ല. ഇത് എനിക്ക് പറ്റിയ അവസ്ഥയാണ്. ഞാനൊരു പമ്പര വെട്ടി ആയതുകൊണ്ട് ഇത് കാണിച്ചു. അത് എൻ്റെ ദോഷങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഞാനിത് കഴിഞ്ഞ് എറണാകുളം വിട്ട് ആലുവ UC കോളേജ് MA പഠിക്കാൻ പോയി. പിന്നെ തിരുവനന്തപുരത്തെ SM കോളേജിൽ ജോലിക്ക് പോയി. പിന്നെ ഗവേഷണം നടത്തുമ്പോൾ ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ല, ഫ്രീ ആയിരിക്കില്ല മനസ്സ്, ശരിയില്ലല്ല. പക്ഷേ എനിക്കിതൊരു ഗുണപാഠമായിരുന്നു. വേണ്ടാത്തതൊന്നും പറയാൻ പാടില്ല, മനസ്സ് തുറക്കരുത് വേണ്ടാത്തത്. അതാണ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഗുണപാഠം.